الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم صدق الله مولانا العظيم അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ഒരുമിച്ച് കൂടലിനെ സമ്പൂർണ്ണമായും സ്വീകരിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും തെറ്റുകളും റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ശിഷ്ടമുള്ള ജീവിതം അള്ളാഹുവിന് അനുസരിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് നല്ല തൗഫീക്ക് നസീബാക്കുമാറാവട്ടെ. ജീവിക്കുന്നിടത്തോളം കാലം അന്തസ്സോടെ അഭിമാനത്തോടും കൂടി ജീവിക്കുവാനും അവസാനം മരണപ്പെടുമ്പോൾ പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹബീബായ തങ്ങളുടെ സമീപത്ത് സഹാബത്ത് കൂടിയിരിക്കുന്നതാകുന്ന സമയം ഒരു അപരിചിതനായ മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സമീപത്തേക്ക് കടന്നു വരികയാണ്. മുമ്പൊരിക്കലും എവിടെയും ആ മനുഷ്യനെ കണ്ടിട്ടില്ല. എന്നാൽ ആ നാട്ടുകാരനുമല്ല, യാത്രയുടേതായ യാതൊരുവിധ അടയാളങ്ങളും ആ മനുഷ്യൻ്റെ ശരീരത്തു നിന്നോ വസ്ത്രത്തിൽ നിന്നോ ഒന്നും തിരിച്ചറിയുന്നുമില്ല. ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സമീപത്തേക്ക് കടന്നു വന്നു. റസൂലുള്ളാഹിയുടെ അടുത്ത് വന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇസ്ലാമിനെ പറ്റി, ഈമാനിനെ പറ്റിയൊക്കെ അവിടുന്ന് ആ കടന്നു വന്ന മനുഷ്യൻ ചോദിച്ചു. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി പറയുമ്പോൾ ആ കടന്നു വന്ന മനുഷ്യൻ അതെല്ലാം ശരിവെക്കുന്നുമുണ്ട്. ബഹുമാനമുള്ളവരെ, ആ കടന്നു വന്നത് മറ്റാരുമല്ല, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് ഇസ്ലാമിനെ പറ്റി, ഈമാനിനെ പറ്റി പറഞ്ഞു തരിക എന്ന് നബിതങ്ങളോട് പറയുമ്പോൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ശരിവെക്കുകയാണ്. അത് മറ്റൊന്നിനുമായിരുന്നില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ സഹാബത്തിന് ദീനുൽ ഇസ്ലാമിനെ, ഈമാനിനെ, ഇഹ്സാനിനെ കുറിച്ചെല്ലാം പഠിപ്പിക്കുകയായിരുന്നു. അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ പറ്റി പറഞ്ഞു തരിക, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തരിക എന്ന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ആവശ്യപ്പെടുകയാണ്.
നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്, അൽ ഇസ്ലാമു അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നബിതങ്ങൾ പറയുകയാണ്, ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായി മർമ്മപ്രധാനമായി ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ആരാധ്യനായി അംഗീകരിക്കുക എന്നതാണ്. അല്ലാഹുവിനെ ആരാധ്യനായി അംഗീകരിക്കുക എന്നതാണ്. അതാണ് അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, അല്ലാഹു ഏകനാണ്, അവന് പങ്കുകാരായി ആരുമില്ല എന്നുള്ള വിശ്വാസം. ശേഷം വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിൻ്റെ ദൂതനാണ്, അല്ലാഹുവിൻ്റെ റസൂലാണ്, അല്ലാഹുവിൻ്റെ പ്രവാചകനാണ്, നബിയാണെന്നുള്ള വിശ്വാസം. ഇത് ഇസ്ലാമിൻ്റെ പരമപ്രധാനമായ കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ തുടക്കവും ഒടുക്കവും അതായിരിക്കണം, അതാവണം. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ കാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാളുടെ അവസാനത്തെ വാക്ക് ഈ ലോകത്തു നിന്നും ഈ ദുനിയാവിൽ നിന്നും വിട പറയുമ്പോൾ അവൻ്റെ അവസാനത്തെ വചനം, അവസാനം അവൻ പറയുന്നത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിക്കഴിഞ്ഞാൽ ആരാധനക്കർഹൻ മറ്റാരുമില്ല, അല്ലാഹു ഏകനാണെന്നുള്ള ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം ഉച്ചരിച്ചുകൊണ്ടാണ് അവൻ ഈ ലോകത്ത് നിന്നും യാത്രയാകുന്നത് എങ്കിൽ നബിതങ്ങൾ പറയുകയാണ്, ദഖലൽ ജന്ന, അവൻ സ്വർഗവാസിയാണ്, അവൻ സ്വർഗത്തിൻ്റെ അവകാശിയാണ്. ഇത് പറയുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ അത്ര എളുപ്പമായിട്ട് നമുക്ക് തോന്നാം. എന്നാൽ അവസാന ശ്വാസം വലിക്കുമ്പോൾ, അവസാന സമയത്ത് ഈ വചനം പറയണമെങ്കിൽ, പറഞ്ഞുകൊണ്ട് മരണപ്പെടണമെങ്കിൽ ആ വചനം പോലെ നമ്മുടെ ജീവിതം അതുപോലെയാവണം. നമ്മുടെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് കടന്നു വരണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ പൂർണ്ണമായും നാം അനുസരിക്കണം. അല്ലാഹുവിൻ്റെ കൽപ്പനകളെ പൂർണ്ണമായും അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നാം തയ്യാറാവണം. അല്ലാഹു എന്താണോ നമ്മളോട് കൽപ്പിക്കുന്നത് അത് പൂർണ്ണമായും അനുസരിക്കുവാൻ, പൂർണ്ണമായും ശിരസാവഹിക്കുവാൻ, അങ്ങനെ ജീവിക്കുവാൻ വേണ്ടി നാം തയ്യാറാവണം. അല്ലാഹുവിൻ്റെ നിരോധനങ്ങളെ, അല്ലാഹു വിലക്കിയിട്ടുള്ളതാകുന്ന കാര്യങ്ങൾ അത് പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ നിന്നും ഉപേക്ഷിക്കുവാൻ, പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുവാൻ നാം ആദ്യമായി തയ്യാറാവണം. അങ്ങനെ അല്ലാഹുവിനും റസൂലിനും മുമ്പിൽ മറ്റൊന്നിനും സ്ഥാനമില്ലാതാവണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ആരാണ്? അല്ലാഹു എങ്ങനെയാണ് അല്ലാഹുവിനെ ആരാധിക്കേണ്ടത്? ആരാണ് റബ്ബ്? ആ റബ്ബിലേക്ക് എങ്ങനെ എത്തും? ആ റബ്ബിനെ എങ്ങനെ കണ്ടെത്തും? അതിനുള്ള വഴികൾ പഠിപ്പിച്ചു തരുന്നത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ ഹബീബായ തങ്ങളുടെ ജീവിതം അത് പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിന് ചുക്കാൻ പിടിക്കണം. നമ്മുടെ ജീവിതം പൂർണ്ണമായും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം പോലെ ജീവിക്കുവാനായി നമ്മുടെ ജീവിതത്തിൻ്റെതായ എല്ലാ മേഖലയിലും, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ ഘട്ടങ്ങളിലും, എല്ലാ സാഹചര്യങ്ങളിലും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണോ ജീവിക്കുവാൻ നമ്മളോട് കാണിച്ചു തന്നത് അതുപോലെ ജീവിക്കണം. അങ്ങനെ ഹബീബായ തങ്ങളെ നമ്മുടെ നേതാവായി, റസൂലായി അംഗീകരിക്കണം. മറ്റെല്ലാത്തിനേക്കാളും മുകളിലായി അല്ലാഹുവും റസൂലുമാവണം. നബിതങ്ങളാണ് അന്ത്യപ്രവാചകൻ. ഇനിയൊരു പ്രവാചകനും വരികയില്ല എന്നുള്ള വിശ്വാസം, ഇനിയൊരു പ്രവാചകൻ വരുന്നുണ്ട് എന്നെങ്ങാനും വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൻ്റെ പുറത്താണ്. അവന് പിന്നെ ഇസ്ലാമിൽ യാതൊരുവിധ സ്ഥാനവുമില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് പൂർണ്ണമായും അംഗീകരിക്കണം, പൂർണ്ണമായും വിശ്വസിക്കണം. പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടി നാം തയ്യാറാവണം. അങ്ങനെ വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, വിശുദ്ധമായ ഇസ്ലാമിലേക്ക്
ഈ വിശ്വാസത്തിൽ വിശ്വസിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേൽ ആദ്യമായി നിർബന്ധമാകുന്നത് ഇസ്ലാമിന്റെ ഏറ്റവും സുപ്രധാനമായ ഘടകം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിനെ പറ്റി പറയുകയാണ് നമസ്കാരം നിലനിർത്തുക. നമസ്കാരം നിലനിർത്തണം. നമസ്കാരം നിർബന്ധമാണ്. അള്ളാഹുവിൽ വിശ്വസിച്ച, പ്രവാചകനിൽ വിശ്വസിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന് നമസ്കാരം നിർബന്ധമാണ്. 5 നേരത്തെ നമസ്കാരം എല്ലാ ദിവസവും അവന് നിർബന്ധമാണ്. വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന അന്നു മുതൽ അവന്റെ മേൽ നിർബന്ധമാണ് ഈ നമസ്കാരം. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മുസ്ലിമാണെന്ന് പറയുമ്പോൾ ഇസ്ലാമിൻ്റെതായി ഈ പറയുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രമുണ്ട്, എത്രമാത്രം നാം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നാം ഒന്ന് ചിന്തിക്കണം. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുഫറിന്റെയും ഇസ്ലാമിന്റെയും ഇടയിലുള്ള മറയായിട്ടാണ് നമസ്കാരത്തെ പരിചയപ്പെടുത്തിയത്. ബൈന റജുലി വബൈന ശിർകി വൽ കുഫ്രി തർക്കുസ് സലാ. നബിതങ്ങൾ പറഞ്ഞു, കുഫറിന്റെയും ഇസ്ലാമിന്റെയും ഇടയിലുള്ള വ്യത്യാസം അത് നമസ്കാരമാണ്, നമസ്കാരത്തെ ഉപേക്ഷിക്കലാണ്. നമസ്കാരത്തെ ഉപേക്ഷിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അവന് യാതൊരുവിധ സ്ഥാനവുമില്ല. ദീനുൽ ഇസ്ലാമിൽ അവന് യാതൊരുവിധ പരിഗണനയുമില്ല. നമസ്കാരത്തെ വേണ്ട നിലയിൽ നമുക്ക് ഗൗനിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ, കൃത്യസമയത്ത് നമസ്കരിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നാം എങ്ങനെ മുസ്ലിമാവും? പള്ളിയുടെ മിനാരത്തിൽ നിന്നും ബാങ്കിൻ്റെതായ മന്ത്രധ്വനികൾ കേൾക്കുമ്പോൾ പള്ളിയിൽ ചെന്ന് ജമാഅത്തായിട്ട് നമസ്കരിക്കൽ ഓരോ പുരുഷന്റെയും ബാധ്യതയാണ്, ഓരോ മനുഷ്യന്റെയും നിർബന്ധമായ കാര്യമാണ്. ബഹുമാനപ്പെട്ട ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു, അന്ധനായ സഹാബിയാണ് ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നൽ മദീനത കസീറത്തുൽ ഹവാം, മദീന ധാരാളം വന്യജീവികളുള്ള, വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് കടന്നു വരുന്നതായ വഴി, ആ സ്ഥലം വളരെ ധാരാളം ഉപദ്രവകരമായ ജീവികളുള്ള വളരെ ഭയാനകമായ സ്ഥലമാണല്ലോ. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നമസ്കരിച്ചു കൊള്ളട്ടെ പ്രവാചകരെ, എനിക്ക് റുഖ്സയില്ലേ, എനിക്ക് ഇളവില്ല പ്രവാചകരെ എന്ന് ആ സഹാബി വര്യൻ ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഹൽ തസ്മഉ ഹയ്യ അലസ് സലാ, ഹൽ തസ്മഉ ഹയ്യ അലസ് സലാ, ഹയ്യ അലൽ ഫലാ. പള്ളിയുടെ മിനാരത്തിൽ നിന്നും ഹയ്യ അലസ് സലാ, ഹയ്യ അലൽ ഫലാ, നമസ്കാരത്തിലേക്ക്, വിജയത്തിലേക്ക് വിളിക്കുന്ന ബാങ്ക് നിനക്ക് കേൾക്കുവാൻ കഴിയുമോ? ബാങ്ക് നീ കേൾക്കുന്നുണ്ടോ? അതേ തങ്ങളെ, എനിക്ക് ബാങ്ക് കേൾക്കാമെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നാൽ നിനക്ക് റുഖ്സയില്ല, നിനക്ക് ഇളവില്ല, പള്ളിയിൽ വന്ന് തന്നെ ജമാഅത്തായിട്ട് നമസ്കരിക്കണമെന്ന് ആ സഹാബി വര്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കൃത്യസമയത്ത് നമസ്കരിക്കാതിരിക്കുവാൻ, ജമാഅത്തായിട്ട് നമസ്കരിക്കാതിരിക്കുവാൻ അള്ളാഹു നമുക്ക് ഇളവ് നൽകുന്നില്ല, അള്ളാഹു നമുക്ക് അനുമതി നൽകുന്നില്ല. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വതുഖ്തിസ് സകാത്ത് കൊടുക്കണം. അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്നും അതിൻ്റെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി, സമ്പത്തിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ആവശ്യമാണെന്ന് മനസ്സിലാക്കി 2.5% ടാക്സ് എന്നോണം അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കണം. അത് അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. അത് കൊടുത്തു വീട്ടുമ്പോഴാണ് നമ്മുടെ സമ്പാദ്യ മാർഗം അത് പരിശുദ്ധമാവുക. അങ്ങനെ നാലാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വതസൂമ റമളാൻ, റമളാൻ മാസത്തിലെ നോമ്പ്, റമളാനിലെ രാപ്പകലുകൾ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ച് ആത്മീയമായി നന്മകളിൽ മുന്നേറേണ്ട റമളാൻ മാസം, ആ റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കൽ ഓരോ മുസൽമാന്റെയും ബാധ്യതയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഞ്ചാമതായി നബി തങ്ങൾ പറഞ്ഞു, വതഹജ്ജൽ ബൈത്ത് ഇൻ ഇസ്തതാഅത ഇലൈഹി സബീല,
അള്ളാഹുവിനെ ആരാധ്യനായി ഏകനായി വിശ്വസിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹുവിൻ്റെ ദൂതനായി, അള്ളാഹുവിൻ്റെ റസൂലായി, അവസാന പ്രവാചകനാണെന്ന് വിശ്വസിച്ച അംഗീകരിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ആദ്യമായി നമസ്കാരം നിർബന്ധമാകും. അതെല്ലാ ദിവസവും നിർവഹിക്കേണ്ടതാണ്. എല്ലാ ദിവസവും 5 സമയം നിർവഹിക്കേണ്ടതാണ്, നിർബന്ധമാണ്. അങ്ങനെ വർഷം പൂർത്തിയാവുമ്പോൾ അവൻ്റെ ധനത്തിൻ്റെ സകാത്ത് അവന് നിർബന്ധമാകും. അത് സകാത്ത് കൊടുത്തു വീട്ടൽ നിർബന്ധമാണ്. അത് പാവപ്പെട്ടവൻ്റെ അവകാശമാണ്. അത് കൊടുത്തു വീട്ടുമ്പോഴാണ് നമ്മുടെ സമ്പത്ത്, നമ്മുടെ വരുമാന മാർഗങ്ങളെല്ലാം അത് പരിശുദ്ധമാവുക. അങ്ങനെ ശേഷം റമദാൻ മാസമായി കഴിഞ്ഞാൽ, റമദാൻ ആഗതമായി കഴിഞ്ഞാൽ നോമ്പ് നിർബന്ധമാകും. ആ മാസം മുഴുവനും നോമ്പ് പിടിക്കൽ ഓരോ മുസൽമാനും നിർബന്ധമാണ്. അങ്ങനെ ഇസ്ലാമികമായി ജീവിക്കുന്ന, അങ്ങനെ ദീനീപരമായി ജീവിച്ചു വരുന്നതായ ഒരു മനുഷ്യനെ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് 5ാമതായി അള്ളാഹു ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമുണ്ട്. അള്ളാഹു ഏൽപ്പിച്ച ഒരു ബാധ്യതയുണ്ട് 5ാമതായി. അതാണ് വതഹജ്ജൽ ബൈത്ത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അള്ളാഹുവിൻ്റെ ഭവനത്തിലെത്തി ഹജ്ജ് ചെയ്യുക എന്ന മഹത്തരമായ കർമ്മം. ഏതുപോലെ നമസ്കാരം നമുക്ക് നിർബന്ധമാണോ, വർഷത്തിൽ സകാത്ത് നിർബന്ധമാണോ, നോമ്പ് റമദാനിൽ നിർബന്ധമാകുമോ, അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യൽ ഓരോ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന് നിർബന്ധമാണ്, അവൻ്റെ മേൽ ഫർളാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ദീനുൽ ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമാണ്. സമ്പന്നന്മാർക്ക് മാത്രമല്ല ഹജ്ജ് നിർബന്ധമാകുന്നത് ആർക്കാണ്? ഹജ്ജ് നിർബന്ധമാകുന്നത് മുസൽമാനാണ്. മുസ്ലിമാണോ ഒരിക്കലെങ്കിലും ആ പുണ്യഭൂമിയിലെത്തണം, പരിശുദ്ധമാക്കപ്പെട്ട ആ മണ്ണിലെത്തണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പുണ്യപാദ സ്പർശനങ്ങളേറ്റ പുണ്യമദീനത്തെ മണ്ണിൽ, മക്കയുടെ മണ്ണിലെത്തണം. അതെത്ര ഇല്ലാത്തവൻ്റെയും ജീവിതത്തിൻ്റെ അഭിലാഷമായി മാറണം. അത് ജീവിതത്തിൻ്റെ അടങ്ങാത്ത ആഗ്രഹമായി മാറണം. അള്ളാഹു സമ്പത്ത് നൽകിയിട്ടും, ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അള്ളാഹു നൽകിയിട്ടും ഹജ്ജ് ചെയ്യാത്തവരുണ്ട്. ചോദിക്കുമ്പോൾ പറയും ബാധ്യതകളേറെയുണ്ട്, കടബാധ്യതകളുണ്ട്. എന്നാൽ ദുനിയാവിൻ്റെതായ വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിന്, മറ്റ് കാര്യങ്ങൾക്കൊന്നും അവർക്ക് ഈ ബാധ്യതകളില്ല. ഹജ്ജ് ചെയ്യുന്നതിന് മക്കയിലെത്തുവാൻ അള്ളാഹു പവിത്രമാക്കിയ ആ മണ്ണിലെത്തുവാൻ നമുക്ക് ബാധ്യതകളേറെയാണ്. പിന്നെയാവട്ടെ ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് തള്ളി നീക്കുമ്പോൾ എത്ര നാൾ ഈ ദുനിയാവിൽ ഞാനും നിങ്ങളും ഉണ്ടാകും, ശേഷിക്കുമെന്ന് നമുക്കറിയാമോ? അടുത്ത ഹജ്ജിൻ്റെ സമയത്ത് നമ്മൾ ഉണ്ടാകുമോ എന്ന് നമുക്കുറപ്പുണ്ടോ? അടുത്ത നിമിഷം നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുമെന്ന് ആർക്കാണ് ഉറപ്പുള്ളത്? അതുകൊണ്ട് കാര്യങ്ങൾ വേണ്ട നിലയിൽ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ഒരുപാട് പേര് സംഭാവനകൾ നൽകി, പള്ളിക്ക് സംഭാവനകൾ നൽകി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര്, ഒരു സഹോദരൻ 1000 രൂപ, മറ്റൊരു സഹോദരൻ 150 രൂപ, അങ്ങനെ 350, 100, അങ്ങനെ ചെറുതും വലുതുമായി ഒരുപാട് പേർ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും സംഭാവനകൾ സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുറഹീമായ അല്ലാഹു ഈ പള്ളിയിലേക്ക് ഒരുപാട് പേര് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അല്ലാഹുവെ പടച്ചവനെ, ചെറുതും വലുതുമായി ഒരുപാട് സംഭാവനകൾ അല്ലാഹു നൽകി. റബ്ബേ നീ സ്വീകരിക്കണേ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതിയിട്ടാണോ അല്ലാഹു ഈ പള്ളിയിലേക്ക് സംഭാവനകൾ നൽകിയത്? അല്ലാഹുവെ നിനക്കറിയാം തമ്പുരാനെ. അല്ലാഹുവെ പടച്ചവനെ നീ സ്വീകരിക്കണേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവെ പടച്ചവനെ, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യുവാൻ വേണ്ടി വസിയ്യത്ത് ചെയ്തവരുണ്ട് റബ്ബേ. അല്ലാഹുവെ പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാഹുവെ പടച്ചവനെ, മരണപ്പെട്ടു പോയവരുടെ കബറിടങ്ങളെ സ്വർഗീയ ആരാമമാക്കി കൊടുക്കണേ സ്വർഗത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അനുഭൂതികളും നീ നൽകണം തമ്പുരാനെ. അല്ലാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും
ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ അള്ളാഹുവെ മരണപ്പെട്ടു പോയ പലരും ഉണ്ട് റബ്ബേ. അള്ളാഹുവെ പടച്ചവനെ എല്ലാവരുടെയും ഖബറിടങ്ങളെ സ്വർഗീയ ആരാമമാക്കി കൊടുക്കണേ അല്ലാ. സ്വർഗത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അനുഭൂതികളും നീ അവർക്ക് നൽകണം തമ്പുരാനെ. അള്ളാഹുവെ പടച്ചവനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ, ഞങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ പടച്ചവനെ അടുത്ത സമയത്ത് തന്നെ അള്ളാഹുവെ നിൻ്റെ പരിശുദ്ധമായ ഭൂമിയിലെത്തുവാൻ, അള്ളാഹുവെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ തമ്പുരാനെ. അള്ളാഹുവെ പടച്ചവനെ ഞങ്ങളുടെ ദുആയെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുമ്മ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി.